സാർ നമസ്കാരം. നമസ്കാരം. തിരഞ്ഞെടുപ്പ് ആളി കത്തിച്ചതുകൊണ്ടേ കേന്ദ്ര നേതാക്കൾ കോൺഗ്രസിൻ്റെ ആയാലും ബി ജെ പിയുടെ ആയാലും കേരളത്തിലേക്ക് ഒഴുകുകയാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നരേന്ദ്രമോദിയുടെ കേരള സന്ദർശനവും പിന്നെ രാഹുൽ ഗാന്ധിയുടെ ഈ കോൺഗ്രസിന് വേണ്ടിയുള്ള സന്ദർശനവും എന്ത് ഇമ്പാക്റ്റാണ് ഈ രണ്ടിലും സാറ് കാണുന്നത്? അതിനകത്ത് രാഹുൽ ഗാന്ധിയുടെ കേരള സന്ദർശനത്തിനകത്ത് അദ്ദേഹം പുത്തരിക്കണ്ടം മൈതാനത്ത് വെച്ച് 5 വാഗ്ദാനങ്ങൾ കൊടുത്തു. ഈ സാമാന്യ ബുദ്ധിയുള്ളൊരുത്തിന് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നതോ വിശ്വസിക്കാൻ കഴിയുന്നതോ വാഗ്ദാനമല്ല അദ്ദേഹം നൽകിയത്. ഇതായിരുന്നില്ല കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ വെക്കേണ്ടത്. സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര ഇപ്പോൾ തന്നെ കൂട്ടാറായി. ഒന്നത്. കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്കെല്ലാം 1000 രൂപ പ്രതിമാസം സ്റ്റൈഫൻഡ്. ഇതൊക്കെ കേരളത്തിലെ പോലെ 4 ലക്ഷം കോടി രൂപ കടത്തി നിൽക്കുന്ന കേരളത്തിലെ ജനങ്ങളോട് പറയാൻ പറ്റുന്ന ഒന്നാണോ ഇത്? ഞങ്ങളുടെ ഗവൺമെൻറ് അധികാരത്തിൽ വന്നാൽ കറപ്ഷൻ ഫ്രീ ആയിരിക്കും, ഞങ്ങളുടെ ഗവൺമെൻറ് അധികാരത്തിൽ വന്നാൽ പോലീസ് നിഷ്പക്ഷമായിരിക്കും, നിങ്ങൾക്ക് നീതി നിഷേധിക്കുകയില്ല. ഇതൊക്കെയാണ് കേരളത്തിൻ്റെ പ്രശ്നങ്ങൾ. കേരളത്തിലെ ക്രമസമാധാന നില പരിപൂർണമായും തകർന്നു കിടക്കുകയാണ്. രാഷ്ട്രീയ കക്ഷി വ്യത്യാസമില്ലാതെ ജാതപതി മതഭേദമന്യേ എല്ലാവർക്കും നീതി ഉറപ്പാക്കും. ഇതൊക്കെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യമല്ലേ? പിന്നെ അദ്ദേഹം പറഞ്ഞാലും നടപ്പിലാക്കാനൊക്കാത്തൊരു കാര്യമുള്ളത്, ഞങ്ങളുടെ ഗവൺമെൻറ് വന്നാൽ അത് വർഗീയ വിമുക്തമായിരിക്കും എന്ന് പറയാനൊക്കത്തില്ല. കാരണം ഒരു തോളയിൽ പിന്നെ ലീഗിൻ്റെ മറ്റൊരു തോളിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ തോളിൽ കൈയിട്ട് നിൽക്കുക. അപ്പം രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രസംഗം ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരു ഇമ്പാക്റ്റും കേരളത്തിനുണ്ടായിട്ടില്ല. അത് ഒരുപക്ഷെ ഞങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, രാഹുൽ ഗാന്ധിക്ക് മറുപടി പറയാനേ മോദി പോയിട്ടില്ല. രാഹുൽ ഗാന്ധിക്ക് എന്തെങ്കിലും മോദി മറുപടി പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. അദ്ദേഹം കൃത്യമായിട്ട് ഫോക്കസ് ചെയ്തത് ഇപ്പോൾ സ്വർണ്ണക്കൊള്ള, ഇടതുപക്ഷവും കോൺഗ്രസുമായിട്ടുള്ള ഐക്യം. നരേന്ദ്രമോദി പറയുമ്പോൾ വാളയാറിനപ്പുറം ഇന്ത്യ സഖ്യത്തിലല്ലേ, തമിഴ്നാട്ടിൽ ഇന്ത്യ സഖ്യത്തിലല്ലേ? അത് അവാസ്തവമാണെന്ന് നമുക്ക് പറയാൻ പറ്റൂ. അപ്പോൾ മോദി ഫോക്കസ് ചെയ്തത് ജനറലായുള്ള ചില വസ്തുതകളിലാണ്. സംസ്ഥാനത്തിൻ്റെ ജനറലായ വികസനത്തിൻ്റെ കാര്യത്തിലാണ് മോദി ഫോക്കസ് ചെയ്തത്. രാഹുൽ ഗാന്ധി ഫോക്കസ് ചെയ്തിരിക്കുന്ന മോദിയെ ചീത്ത പറയാൻ വല്ല അവസരം ഉണ്ടോ എന്നുള്ളതാണ്. ഇതൊക്കെയാണ് കേരളത്തിലെ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ 2 കൂട്ടരും പിന്നെ ആകർഷിച്ച ജനക്കൂട്ടത്തിനെ ഒന്ന് നോക്കി വ്യത്യസ്തമല്ലേ? ഉറപ്പായും. അത് സാർ ഈ അദ്ദേഹം ഇപ്പോഴും വാസ്തവത്തിൽ സാർ പറഞ്ഞാണ് ശരി. ഇതിനകത്ത് കേരളത്തിൽ വന്നിട്ട് കേരളത്തിൻ്റെ ഭാവിയെ കുറിച്ചിട്ടല്ല അദ്ദേഹം സംസാരിച്ചത്. പകരം കേരളത്തിൻ്റെ ജനങ്ങൾക്ക് സൗജന്യ വാഗ്ദാനങ്ങൾ നൽകി, അല്ലെങ്കിൽ അവരെ ഒരു മയക്കിക്കടത്തുന്ന രീതിയിലുള്ള ചില വാഗ്ദാനങ്ങളാണ് അദ്ദേഹം നൽകിയത്. അതെന്തുകൊണ്ടായിരിക്കാം? അതേസമയത്ത് മോദി സംസാരിച്ചത് കൃത്യമായ പൊളിറ്റിക്സാണ്. അത് വികസനത്തിൻ്റെ പൊളിറ്റിക്സ് ആവാം. ഈ പിന്നെ അതിർത്തി കടന്നു പോകുമ്പോഴുണ്ടാകുന്ന ഈ ഇന്ത്യ മുന്നണിയുടെ സഖ്യത്തെക്കുറിച്ച് വളരെ വിശദമായി സംസാരിച്ചു. മാത്രമല്ല ഇന്നലെ അമിത്ഷാ ഉൾപ്പെടെയുള്ള ഒരുപാട് പേര് കേരളത്തിലേക്ക് വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് കോൺഗ്രസിനെ പോലുള്ള ദേശീയ പ്രസ്ഥാനത്തിന് ഒരു കാഴ്ചപ്പാടിൻ്റെ കുറവ് അവർക്കുണ്ടാകാനുള്ള സാധ്യത വാസ്തവത്തിലില്ല. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെയുള്ള ഒരു ചില പിന്നെ കാര്യങ്ങൾ, സമ്മതിദാനം അവകാശം വിനിയോഗിക്കാൻ പോകുന്ന ആൾക്കാരോട് എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള, അല്ലെങ്കിൽ ന്യൂജനിനോട്, പുതിയ വോട്ടേഴ്സിനോടുണ്ടല്ലോ, അവരോട് എന്തുകൊണ്ടാണ് കേരളം പോലുള്ള സംസ്ഥാനത്തിൽ ഇത് കേരളത്തിൽ പുറത്തുള്ള ആൾക്കാരോട് സംസാരിക്കുന്ന അതേ ടോണിൽ സൗജന്യത്തിൻ്റെ പേരിൽ സംസാരിക്കുന്നത്? അല്ല, ഞാനതാ പറഞ്ഞ രാഹുൽ ഗാന്ധി ഇന്ത്യൻ പൊളിറ്റിക്സിനെ കാണുന്നത് മൂക്കിനപ്പുറത്ത് കാണാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. അദ്ദേഹം ഭാരത് ജൂഡോ യാത്ര നടത്തിയല്ലോ, ഇവിടുന്ന് ഒരറ്റം വരെ നടത്തി. അത് കടന്നുപോയ ഏതെങ്കിലും സംസ്ഥാനത്ത് എന്തെങ്കിലും ചലനം ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് പറ്റിയിട്ടില്ല. പക്ഷെ ഭാരത് യാത്ര പിന്നെ നമ്മുടെ ഒരിക്കൽ ചന്ദ്രശേഖർ നടത്തിയിരുന്നു, പഴയ പ്രധാനമന്ത്രി. അതിൽ നിന്ന് അനുഭവങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹം പ്രധാനമന്ത്രി ആയപ്പോൾ ചില കാര്യങ്ങളെങ്കിലും പറഞ്ഞു. നടത്താൻ സമയം ചന്ദ്രശേഖരന് കിട്ടിയില്ല. കുറച്ച് നല്ല നേതാവായിരുന്നു, നല്ല പ്രധാനമന്ത്രിയായിരുന്നു. പക്ഷെ അദ്ദേഹത്തിനൊന്നും ചെയ്യാൻ പറ്റുമായിരുന്നില്ല. കാരണം ദുർബലമായ ഒരു അവസ്ഥയായിരുന്നു. കാരണം ഭരണ മുന്നണി വളരെ ദുർബലമായിരുന്നു. അപ്പോൾ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചാൽ രാഹുൽ ഗാന്ധിയുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, കേരള സംസ്ഥാനത്തെ ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് അദ്ദേഹത്തിന് അറിയില്ല. കൃത്യമായിട്ട് അദ്ദേഹത്തിനെ ധരിപ്പിക്കാൻ കോൺഗ്രസ് നേതാക്കന്മാർക്ക് കഴിഞ്ഞില്ല. ഇതാണ് പ്രശ്നം. ഒരു പ്രാവശ്യം കൊല്ലത്ത് വന്ന് താമസിച്ചു. ഒരു ബോട്ട് എടുത്തുകൊണ്ട് പ്രതാപനും എല്ലാം കൂടെ കടലിൽ പോയി, കടലിൽ ചാടി. അതായിരുന്നു മനോരമയുടെ വാർത്ത. രാഹുൽ ഗാന്ധി കടലിൽ ചാടി. അപ്പോൾ ഇനി ആളുകളിലെ പോയി കടലിൽ ചാടി പ്രധാനമന്ത്രി വോട്ട് ചെയ്യും? അല്ല, ഇത് കുറേ വൃത്തികെട്ട മാധ്യമങ്ങൾ അവരാണിത് ചൂണ്ടിക്കാണിക്കേണ്ടത്. കേരളത്തിലെ ജനങ്ങൾക്ക് എന്ത് വാഗ്ദാനമാണ് നിങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞത്? എന്താണ് കേരളത്തെക്കുറിച്ച് നിങ്ങൾ ധരിച്ചിരിക്കുന്നത്? കേരളം 2-3 കാര്യങ്ങൾ നേരിടുന്നുണ്ട് സാറേ. പ്രധാനപ്പെട്ട കാര്യം, കേരളം നേരിടുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ്.
അഭ്യസ്ത വിദ്യരുടെ തൊഴിലില്ലായ്മയാണ് കേരളം നേരിടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധി. 10 വർഷത്തെ ഇടതുപക്ഷ ഭരണത്തിനിടയിൽ പരിപൂർണമായും നമ്മുടെ ക്രമസമാധാന നില തകർന്ന് തരിപ്പണമായിപ്പോയി. ഇതൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് അതുപോലെ തന്നെ സ്വജനപക്ഷപാതം, അഴിമതി, ഇതിൽ നിന്ന് വ്യക്തമായൊരു ഗവൺമെൻറ്റിനെ എങ്ങനെ തൻ്റെ പാർട്ടിക്ക് വാഗ്ദാനം ചെയ്യാൻ കഴിയും, അതാണ് രാഹുൽ ഗാന്ധിയിൽ നിന്നോ കോൺഗ്രസ് നേതാക്കളിൽ നിന്നോ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്ന് പറഞ്ഞാൽ വി ഡി സതീശൻ്റെ പറയുന്നതിനേക്കാളോ രമേശ് ചെന്നിത്തലയോ KC വേണുഗോപാലിനോ പറയുന്നതിനേക്കാൾ താഴെ നിൽക്കുന്ന ചില സ്റ്റേറ്റ്മെൻറ്റ്സ് മാത്രമാണ് രാഹുൽ ഗാന്ധി ചെയ്തത്. അതിനെക്കാട്ടി നല്ലത് വി ഡി സതീശൻ്റെ മൈക്ക് കൊടുത്താൽ മതി, അദ്ദേഹം കുറേ കൂടെ നന്നായിട്ട് കാര്യം പറയുമായിരുന്നു. ശരി, കേരളം ഡിമാൻഡ് ചെയ്യുന്ന കുറച്ചേറെ കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് കേരളത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിലാണ്. അപ്പോൾ അത്തരം വിഷയങ്ങൾ പിന്നെ കോൺഗ്രസിൻ്റെ കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കാനുള്ള ഒന്നുകിൽ അറിയിച്ചില്ല, അല്ലെങ്കിൽ അറിയിക്കുന്നതിൽ നിന്ന് അവർ ബോധപൂർവം തടസ്സപ്പെട്ടി. അപ്പോൾ കേരളം ഡിമാൻഡ് ചെയ്യുന്നത് ഈ സൗജന്യങ്ങളും കാര്യങ്ങളുമാണെന്ന് അതെന്തുകൊണ്ടായിരിക്കും? ആ ഒരു പോയിന്റിൽ നിന്നുകൊണ്ട്. കാരണം നമ്മൾ അങ്ങോട്ട് പറയുന്നതാണ്, ഇപ്പോൾ മോദി തന്നെ പറയുന്നതെങ്കിലും ഡയറക്റ്റായിട്ട് അദ്ദേഹത്തിന് ഇവിടുന്നുള്ള സംഭവങ്ങൾ കിട്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ദേശീയധാരയിലേക്ക് കൊണ്ടുവരാൻ, കേരളത്തെയും കൊണ്ടുവരാനുള്ള കാഴ്ചപ്പാടുകൾ എന്താണെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഇതേപോലൊരു കാഴ്ചപ്പാട് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ അങ്ങോട്ട് അറിയിക്കാത്തതാണോ, അതായത് രാഹുൽ ഗാന്ധിയെ അല്ലെങ്കിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിനെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണോ എന്നാണ് എൻ്റെ. അല്ല, തെറ്റിദ്ധരിപ്പിക്കണമെങ്കിൽ ഒരു ധാരണയുള്ളവനെ തെറ്റിദ്ധരിപ്പിക്കാനൊക്കത്തുള്ളൂ. ഒന്നിനെക്കുറിച്ച് ഒരു ധാരണ ഇല്ലാത്തവനെ എന്തോ തെറ്റിദ്ധരിപ്പിക്കാനാണ്? പാർലമെൻറ്റിൽ എത്ര കാലമായി രാഹുൽ ഗാന്ധി വന്നിട്ട്? ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ഒരു പ്രസംഗം പറയാം, ഒരു പ്രസംഗം. അങ്ങ് പത്രപ്രവർത്തകനാണല്ലോ, ഇന്ന പ്രസംഗം നല്ലതായിരുന്നു. ശശി തരൂർ ചെയ്ത പ്രസംഗം ഞാൻ പറയാം, പ്രേമചന്ദ്രൻ ചെയ്ത പ്രസംഗം പറയാം, അധീർ രഞ്ജൻ ചൗധരി പോലും അത്യാവശ്യം ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇല്ലേ? ഉറപ്പായി. അപ്പം ഇവിടെ അതിന് രാഹുൽ ഗാന്ധി കഴിയുന്നില്ല. രാഹുൽ ഗാന്ധിക്കാനുള്ള IQ ഇല്ല, അതാണ് അതിൻ്റെ വാസ്തവം. പിന്നെ രാഹുൽ ഗാന്ധിയുടെ പ്രധാന പരിചാരകൻ, രാജകുമാരന് പരിചാരകരുണ്ടല്ലോ, രാജകുമാരൻ്റെ പ്രധാന പരിചാരകനാണ് ഇപ്പോഴത്തെ AICC പ്രസിഡന്റ് മല്ലികാർജുന ഖാർഗെ. അദ്ദേഹം വന്നു, അദ്ദേഹം എന്താ പറഞ്ഞത്? കോൺഗ്രസും അതുപോലെ പിന്നെ ഇടതുപക്ഷവും BJPയും പിടിക്കുന്ന കൊടിയുടെ നിറം മാത്രമേ മാറ്റമുള്ളൂ. അദ്ദേഹത്തിന് കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹിക സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് അറിയില്ല, അല്ലെങ്കിൽ പറയാൻ കഴിയുന്നില്ല. പ്രിയങ്ക ഗാന്ധി വന്നു, പ്രിയങ്ക ഗാന്ധി എന്താ പറയുന്നത്? എനിക്കൊരു പിടിയില്ല. അങ്ങേക്ക് എന്തെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ഞാൻ സൂക്ഷിച്ച് ഇത് അവരുടെ പ്രസ്താവനകൾ ഓരോന്നും കൂടി കടന്നു പോവുകയായിരുന്നു. സത്യത്തിൽ നിരാശപ്പെടുത്തുന്ന ഒരു പ്രക്രിയയാണ്. നമുക്കൊരു ഭാഗത്തേക്ക് ചാഞ്ഞു നിന്നുകൊണ്ടല്ല പറയുന്നത്. പക്ഷേ എങ്കിൽ കൂടി ഇപ്പോൾ CPM-നെ സംബന്ധിച്ച് സാർ കാര്യങ്ങളെല്ലാം നിയന്ത്രിച്ചു കൊണ്ടുവന്ന ഒരൊറ്റ ആളാണ്. അത് ബേബി പോലും ഇവിടെ വന്നിട്ട് കാര്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. പറയുന്നതെല്ലാം പിണറായി വിജയൻ മാത്രമാണ്. അതേസമയത്ത് കോൺഗ്രസിൻ്റെയും BJPയുടെയും സ്ഥിതി അതല്ല. പക്ഷേ കോൺഗ്രസ് നേതാക്കൾ അപ്പാടെ നിരാശപ്പെടുത്തുന്ന ഒരു സംഭവമാണ്. അതായത് കോൺഗ്രസ് ഒരു 100 സീറ്റ് എന്ന ലക്ഷ്യത്തിലേക്ക് എത്തുമെന്ന് അവർ തന്നെ ആവർത്തിച്ച് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കേന്ദ്ര നേതൃത്വം എന്നിവിടെ പറയുന്നതുമായി ഇതിനെ തട്ടിച്ചു നോക്കുമ്പോൾ യാതൊരു വിഷയമില്ല. വാസ്തവത്തിൽ പിന്നെ ഈ കോൺഗ്രസ് ഭരണത്തിലേക്ക് വന്നു എന്നിരിക്കട്ടെ, ആരോ വരട്ടെ, കോൺഗ്രസ് വന്നു എന്നിരിക്കട്ടെ, അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളായിരിക്കുമല്ലോ നടത്തുന്നത്. അത് വീണ്ടും കേരളത്തിൻ്റെ വലിയൊരു ബുദ്ധിമുട്ടിലേക്ക് തന്നെയല്ലേ കൊണ്ടുപോകും. വിശേഷിച്ചും സാമ്പത്തിക സ്ഥിതി വലിയൊരു ബുദ്ധിമുട്ടിലേക്കല്ലേ കൊണ്ടുപോകും. അല്ല, കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ആധികാരികമായി ഒരു അഖിലേന്ത്യാ നേതാവ് പ്രസംഗം ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് വേണം, കൃത്യമായ ആശയങ്ങൾ വേണം. എവിടെയാണ് കേരളം ലാഗ് ചെയ്യുന്നത്, എവിടെയൊക്കെയാണ് അൺടാപ്ഡ് സോഴ്സസ് ഉള്ളത്, ഏതൊക്കെയാണ് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത്, കിട്ടുന്ന പണം എങ്ങനെയാണ് ഫലപ്രദമായി വിനിയോഗിക്കാൻ കഴിയുന്നത്, എങ്ങനെയാണ് ഇടതുപക്ഷം കിട്ടിയ പണം തൂർത്തടിച്ചത്, ഇതൊക്കെയാണ് ജനങ്ങളോട് പറഞ്ഞാൽ നമുക്ക് കോമൺ സെൻസ് ഉള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഇവിടെ സ്വർണ്ണക്കൊള്ളയിലല്ലേ ഇരിക്കുന്നത്? സ്വർണ്ണക്കൊള്ളയ്ക്കകത്ത് കാര്യമില്ലല്ലോ. സോണിയാഗാന്ധി വളരെ ഡീസൻ്റ് ആണെന്നും അവർക്ക് ഇതിനകത്ത് ഒരു പങ്കുമില്ലെന്നും MA ബേബി പറഞ്ഞില്ലേ? പിന്നെ പിണറായി വിജയൻ പറഞ്ഞിട്ട് കാര്യം എന്തായിരിക്കുന്നു? പിണറായി വിജയൻ ഇവിടുത്തെ മുഖ്യമന്ത്രി എന്നല്ലേ ഉള്ളൂ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഹൈറാർക്കിയിൽ ആധികാരികമായി ആത്യന്തികമായി അഭിപ്രായം പറയേണ്ടത് ബേബിയാണ്. അപ്പോൾ ബേബി എവിടെ ഇരിക്കുന്നത് പിണറായിയുടെ ദാക്ഷിണ്യത്തിലാണെന്ന് നമുക്കറിയാം. എങ്കിലും അദ്ദേഹം ഇരിക്കുന്ന കസേരയ്ക്ക് ഒരു മഹത്വം ഉണ്ടല്ലോ. അദ്ദേഹം പറഞ്ഞു സോണിയാഗാന്ധിക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. പിന്നെ പിണറായി വിജയൻ സ്വർണ്ണക്കൊള്ളയെ പറഞ്ഞിട്ട് കാര്യം എന്താണ്? സോണിയാഗാന്ധിയുടെ വീട്ടിൽ ഈ പൂറ്റിയം കൊണ്ട് അടൂർ പ്രകാശ് കൂടെ പോയി, അതിനകത്ത് അർത്ഥമില്ലെന്ന് MA ബേബി പറഞ്ഞില്ലേ? അതുകൊണ്ട് ആ പ്രശ്നം കഴിഞ്ഞില്ലേ? ഇത് ഞാൻ അതാ പറഞ്ഞത്, കേരളത്തിലെ ജനങ്ങളോടെ വന്ന ഒരു ജനക്കൂട്ടത്തോടെ ക്രിയാത്മകമായി സംവദിച്ചത് നരേന്ദ്രമോദിയാണ്. അതിനടുത്ത് വീഴ്ത്താൻ നിർഭാഗ്യവശാൽ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞില്ല. പിന്നെ അവർ രാജകുമാരൻ, സഹോദരി ഇളയ രാജകുമാരി, പരിചാരകന്മാർ അവരെല്ലാം വന്നു. മലയാള മനോരമയും മാതൃഭൂമിയും വലിയ കവറേജ് കൊടുത്തു, ഒരു പ്രചരണവും നടന്നു. ഇതൊക്കെ
ഒരു കുറി ഇട്ടു സാർ ഇടയ്ക്ക്. എന്താണ്? അതായത് ഈ പ്രിയങ്ക പിന്നെ വനിതാ മുഖ്യമന്ത്രിയാണെന്നൊരു കുറി ഇട്ടിട്ട് പോയി. ആര്? രാഹുൽ. രാഹുൽ. അത് ശരി. എന്തെങ്കിലും ലക്ഷ്യം വെച്ചിട്ടുള്ളതാണോ എന്നുള്ളതാണ്. പ്രത്യേകിച്ച് എന്തെങ്കിലും ലക്ഷ്യം വെച്ച് പറയാനുള്ള സാധ്യത കുറവാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ വെച്ച് നോക്കുമ്പോഴും. പിന്നെ ഒരു ഗുണം എന്താ വെച്ചാൽ ഇവരെന്തോ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും UDF ഈ തെരഞ്ഞെടുപ്പിൽ മുന്നേറ്റം ഉണ്ടാകും. അതൊരു ലളിതമായ സത്യം. എത്ര സീറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലെങ്കിലും ശക്തമായ ഒരു ആൻറ്റി ഇൻകംബൻസി ഉണ്ട്. അത് കൂടുതൽ കിട്ടുന്നത് കോൺഗ്രസിനായിരിക്കും, കുറച്ച് BJPക്കും വരും. അതിൻ്റെ ഇക്വേഷൻസൊക്കെ പിന്നെ നമുക്ക് ഒരു വിഷയമാണ് ചർച്ച ചെയ്യേണ്ടത്. എന്തായാലും സോണിയാജിയുടെ മക്കൾ, പക്ഷേ എനിക്ക് ഒരാളിൻ്റെ വരാതിരുന്നതിൽ എനിക്ക് ദുഃഖമുണ്ട് സാറേ. ആ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇവിടെ എടുക്കേണ്ടായിരുന്നു. എന്നെ പ്രയാസപ്പെടുന്ന ഒരാളാണ്. വാദ്രാജി വന്നില്ല. വാദ്രാജി വരാഞ്ഞതിൽ എനിക്ക് ദുഃഖമുണ്ട്. ഇനി അടുത്ത പ്രാവശ്യം ഇനി സമയമുണ്ട്. വാദ്രാജിയെ കൂടെ കൊണ്ടുവരണം. അല്ലെങ്കിൽ വാദ്രാജി വേണ്ടാന്ന് ഇവരെല്ലാം കൂടെ ആംഗ്ലയും മംഗളും കൂടെ വാദ്രാജി വരണ്ടാന്ന് തീരുമാനിച്ചാണെങ്കിലും അതൊരു ക്രൂരതയായിപ്പോയി. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, വാദ്രാജി തെരഞ്ഞെടുപ്പിന് മുമ്പ് വരണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വന്നില്ലെങ്കിൽ അടുത്ത പ്രാവശ്യമെങ്കിലും വാദ്രാജിയെ കൊണ്ടുവരണമെന്ന് രാഹുൽജിയോടെയും പ്രിയങ്കാജിയോടെയും നമുക്ക് അഭ്യർത്ഥിക്കുകയും ചെയ്യാം. എന്തായാലും അടുത്ത കേരളീയ ഒരു വലിയ സൗഭാഗ്യമാണ് നഷ്ടപ്പെട്ടത് സാറ് വാദ്രാജി വരാൻ. എനിക്ക് വലിയ സങ്കടമുണ്ട് വാദ്രാജി വരാഞ്ഞതിനകത്ത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.